ഇന്ന് കൃഷ്ണകഥയിലെ ഒരു അസുരനെക്കുറിച്ചാണ് പറയുന്നത്. എന്തിനാണ് ഈ കഥകളൊക്കെ വേദവ്യാസൻ ഉണ്ടാക്കിയത്? വേദവ്യാസൻ ഈ കഥ ഉണ്ടാക്കിയത് നമുക്ക് പല അസുഖങ്ങളും വരും, പ്രശ്നങ്ങളും ഉണ്ടാവും. അതിനെ മുഴുവൻ വ്യാസൻ കഥാരൂപത്തിലാക്കി. രോഗലക്ഷണങ്ങളെ, മാനസിക പ്രശ്നങ്ങളെയൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി കഥാരൂപത്തിലാക്കിയപ്പോൾ എന്തായി? നമ്മളൊക്കെ ഈ കഥ പറയും. ആ കഥാപ്രസംഗമായിട്ടും ഓട്ടം തുള്ളലായിട്ടുമൊക്കെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറേ പ്രചരിച്ചതിന് ശേഷം എപ്പോഴെങ്കിലും ഒരിക്കൽ ഒരിടത്തിരുന്ന് ഒരു ഗുരുവിൽ നിന്ന് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാനാണ്. കൃഷ്ണൻ്റെ കഥകളൊക്കെ കൃഷ്ണലീല എന്നാണ് പറയുക. രാമൻ്റെ കഥ രാമലീലയാണ്. ലീല എന്ന് പറഞ്ഞാൽ തന്നെ മീനിങ് വേറൊന്നാണ്. ഒരു മനുഷ്യൻ്റെ കോലം ഉണ്ടാക്കിയിട്ട് ഒരിടത്ത് വെച്ച് തീയിട്ടു. എന്തിനാപ്പം അത്? വൈക്കോലുകൊണ്ടൊക്കെ കെട്ടിയുണ്ടാക്കി ഒരാളുടെ രൂപ കൊടുത്ത് അതിനൊരു കുപ്പായം ഇടിച്ചതിന് ശേഷം കൃത്രിമമായിട്ടൊരു തലയൊക്കെ ഉണ്ടാക്കിയിട്ട് തീ വെക്കണം. അതൊരു ലീലയാണ്. കോലം കത്തിക്കുക എന്നാണ് പറയുക. ആ കോലം കത്തിക്കുക വഴി ഇത് ഇന്ന ആളാണെന്ന് സങ്കല്പിച്ചു. ഏതോ ഒരു വ്യക്തിയോടുള്ള പ്രതിഷേധമാണ് അതിൻ്റെ പിറകിൽ. അല്ലാതെ ഈ കോലം കത്തിക്കലല്ല. കോലം കത്തിക്കൽ വേറെ ഒന്നിനോടുള്ള പ്രതിഷേധമാണ്. മനുഷ്യ മനസ്സിനെ ബാധിക്കുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. ആ ധാരാളം പ്രശ്നങ്ങളെ മുഴുവൻ ഓരോ അസുരന്മാരാക്കി ചിത്രീകരിച്ചു. ഈ അസുരന്മാർ മുഴുവൻ യുദ്ധത്തിന് വരും, എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ ദേവിയോ ദേവനോ വന്ന് ഈ അസുരന്മാരെ നിഗ്രഹിക്കും. ഇതാണ് എല്ലാ കഥയും. ഇത് നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്നതാണ്. നമ്മുടെ ശരീരത്ത് അകത്ത് ഹാപ്പി ഹാർമോൺസ് ഉണ്ട്. സന്തോഷം തരുന്ന ഹാർമോണുകൾ, നെഗറ്റീവ് ഹാർമോൺസും ഉണ്ട്. ഈ നെഗറ്റീവ് ഹാർമോൺസ് ആക്രമിച്ച് കയറി സന്തോഷം തരുന്ന ഹാർമോണുകളെ നശിപ്പിക്കും. അതിനെ വേണമെങ്കിൽ ഒരു അസുരന് പേരിട്ടൂടെ? ആ അസുരനെ പരാശക്തിയോ കൃഷ്ണനോ രാമനോ നിഗ്രഹിച്ചു എന്ന് പറയാമല്ലോ. ഈ രീതിയിൽ ചിന്തിച്ചാൽ രാമൻ്റെ ഓരോ ചലനവും വളരെ വലിയൊരു തത്വം നമുക്ക് പറഞ്ഞു തരുന്നു. കൃഷ്ണനും തരുന്നു. ഇനി നമ്മളെ ബാധിക്കുന്ന ഒരു പ്രോബ്ലം പറയുകയാണ്. അയൽവാസിയായിട്ട് ശത്രുത വന്നു. ഒരു അതിർത്തി പ്രശ്നമാണ്. ഒരു കല്ലിൻ്റെ കാര്യമാണ്, ഏക്കർ കണക്കിന് സ്ഥലമൊന്നുമല്ല. എന്നും വഴക്ക്. ആ വഴക്കായിട്ട് ഒടുവിൽ രാപ്പകലില്ലാതെ ഇയാളുടെ ശ്രദ്ധ മുഴുവൻ ആ വഴക്കിലേക്ക്. രാവിലെ എണീറ്റാൽ അയൽവാസിയെ കുറ്റം പറയണം. വർഷങ്ങൾ കൊണ്ടു അത് കേസായി. ആ കേസ് ഒരു കോടതിയിൽ വന്നു. നേരം വിളിച്ചാൽ ഇയാൾ കോടതിയിൽ പോവും.
കേസില്ലാത്ത ദിവസമാണെന്ന് വെച്ചാൽ വക്കീലിൻ്റെ വീട്ടിൽ പോകും. കേസ് എന്നൊക്കെയോ നീട്ടി വെച്ചിരിക്കുകയായിരിക്കും, വക്കീലായിട്ട് സംസാരിക്കാൻ പോയതായിരിക്കും. നമ്മൾ അവിടെ ചെന്നാൽ വക്കീൽ ചോദിക്കും എന്തെത്ര വൈകിയെന്ന്. നമ്മൾ വൈകിയത് കൊണ്ട് അവിടെ യാതൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ നമ്മളൊരു ഉത്കണ്ഠ ഉണ്ടാക്കേണ്ടത് വക്കീലിൻ്റെ ആവശ്യമാണല്ലോ. ഇതിനെ നെവർ മൈൻഡായിട്ട് കരുതരുതല്ലോ കേസിന്. കേസ് അവിടെ തോറ്റു. അപ്പം മക്കൾ കുറച്ചും കൂടി വലുതായി. അവർ ജനിച്ച നാൾ തൊട്ട് കേൾക്കുകയാണ് ഈ അച്ഛൻ ഈ കേസിൻ്റെ കാര്യം പറഞ്ഞു. ആ കേസിൻ്റെ കാര്യം പറഞ്ഞ് അച്ഛൻ തോറ്റു. പക്ഷേ ഹൈക്കോടതി, ഇതിൻ്റെ മുകളിൽ കോടതിയുണ്ട്, ആ കോടതിയിൽ പോകാൻ തുടങ്ങുകയാണ്. രാവിലെ മുതൽക്ക് കോടതിയിൽ പോവും, വക്കീലിനെ കാണാൻ പോവും. വീട്ടിൽ വന്നാൽ പ്രധാന ചർച്ച കേസുകാരിയാണ്. കേട്ട് അങ്ങോട്ട് മടുക്കുകയെ ഒരേ കാര്യം ആവർത്തിച്ച് പറയുമ്പോൾ. ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ വെറുപ്പായി ഈ മനുഷ്യനോട്. കേസ് അവിടെയും തോറ്റു. കുട്ടികൾ പറഞ്ഞിടങ്ങി ഇത് എത്ര കാലമായി ഇത് കേൾക്കുന്നതെന്ന് നിർത്തിക്കൂടെ. ഇപ്പം പോയിരിക്കുന്നത് ഹൈക്കോടതിയിലാണ്. ഹൈക്കോടതിയിലൊരു കേസ് എന്ന് പറഞ്ഞാൽ എത്രയോ കൊല്ലം കിടന്ന് കളിക്കുമെന്ന് നമുക്കറിയാം. ഇയാൾക്ക് വയസ്സായി വരികയാണ്, യൗവനത്തെ തുടങ്ങിയ കാര്യമാണ്. ഒടുവിൽ അവിടെയും തോറ്റു. ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ചപ്പോൾ മക്കളോട് പറഞ്ഞു സുപ്രീം കോടതി ഉണ്ട്. സുപ്രീം കോടതി പോയി. അപ്പോഴേക്കും കുട്ടികൾ വലുതായി. അവർ വയറ്റപ്പിഴപ്പിന് ഓരോരോ മാർഗങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞു. അവരുടെ കല്യാണം കഴിഞ്ഞു. മകള് കുട്ടിയായിരിക്കുമ്പോൾ കേക്ക് അടങ്ങിയാണ് അച്ഛൻ്റെ കേസിൻ്റെ കാര്യം. മകളുടെ കല്യാണം കഴിഞ്ഞു. അപ്പോഴാണ് അറിയണത് സുപ്രീം കോടതിയിലും കേസ് തോറ്റു. മകൾ പറഞ്ഞു ഇനിയൊരു വീട്ടിൽ സമാധാനം കിട്ടുമല്ലോ, ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലൊരു കോടതിയും പോകാമല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞു ഇനി ഈശ്വരൻ നോക്കിക്കൊള്ളും. അപ്പം മകൾ ചോദിച്ചു ഈശ്വരൻ്റെ അടുത്ത് ഇനിയെ കൊടുക്കാവൂല്ലേ? ഇത് ആദ്യം തന്നെ ഈശ്വരനെ അങ്ങോട്ട് ഏൽപ്പിക്കാൻ പാടില്ലേ? സുപ്രീം കോടതിയിലും തോറ്റു കഴിഞ്ഞ ശേഷം ഈശ്വരനെ ഏൽപ്പിക്കാൻ പാടുള്ളൂ. ഒന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിനിപ്പോൾ പ്രഷറുണ്ട്, അതുകൂടി ഷുഗറായി. പ്രഷറും ഷുഗറും കൊഴിഞ്ഞു, ഹൃദയത്തിനെ ബാധിച്ചിരിക്കുന്നു. ഒരറ്റാക്ക് വന്നു. ആ അറ്റാക്ക് വന്നതോടുകൂടി ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ ജീവിക്കുകയല്ല, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കറങ്ങുക. സുദർശന ചക്രം വിഷ്ണുവിൻ്റെ കൈവരൽ കിടന്ന് കറങ്ങും മാതിരി പ്രാരാബ്ധ കർമ്മം കൊണ്ടും ടെൻഷൻ കൊണ്ടും കറങ്ങുകയാണ്. എല്ലാ രോഗവുമുണ്ട്. എല്ലാ രോഗത്തിനും കൂടിയിട്ട് ഇപ്പം മരുന്ന് കഴിക്കണം. ഈ ഭാവത്തെ ഒരു അസുരനാണത്. ആ അസുരൻ്റെ പേരാണ് തൃണാവർത്തൻ. തൃണാവർത്തനെ പറ്റി പറഞ്ഞിരിക്കുന്നത് നമ്മളെ തൃണാവർത്തൻ പിടിച്ചിട്ടുണ്ടോയെന്നറിയാനാണ്. എവിടെ തൃണം എന്ന് പറഞ്ഞോ, പുല്ല് എന്നാണ് അർത്ഥം. ബാലി, ബാലൻ, ബാലിശം, ആ വാക്കിൽ നിന്നാണ് പേരുകൾ വരുന്നത്. ശിശുപാലൻ,
ശിശു സഹജമായ വികാരങ്ങളെ പാലിക്കുന്നവൻ. അതാണ് ശിശുപാലൻ. താരതമ്യേന കൃഷ്ണകഥയിലൊരു വില്ലൻ കഥാപാത്രമാണല്ലോ. ഈ തൃണാവർത്തൻ എന്തോ പറഞ്ഞ അസുരൻ പുല്ലുപോലെ നിസ്സാരമായ കാര്യങ്ങളെ ആവർത്തിച്ച് പറഞ്ഞ് ശരീരം ചുഴറ്റി പ്രഷറും ഷുഗറും ഉണ്ടാക്കുന്ന മനുഷ്യൻ്റെ പ്രതീകമാണ്. നമ്മുടെ മേലിൽ തൃണാവർത്തം കയറുകയാണ്. ഒരു നിസ്സാര കാര്യമാണ്. ആ കാര്യത്തിൻ്റെ പേരിൽ പ്രതികാരം, കേസ്, കോടതി പോക്ക്, ഒരു ജന്മം മുഴുവൻ നരകമാണ്. ജീവിതം മുഴുവനും ശ്വാസം മുട്ടൽ ആകുന്നു. തൃണാവർത്തൻ എന്താണെന്ന് മനസ്സിലാക്കാൻ കൃഷ്ണകഥ മനസ്സിലാക്കൂ. അങ്ങനെ വന്നിട്ട് കൃഷ്ണനെ കയറി അങ്ങോട്ട് പിടിച്ചു തൃണാവർത്തൻ. അവിടെ കൃഷ്ണൻ എന്ന് പറയുന്നത് നമ്മളാണ്. നമ്മളെ ചുഴറ്റും ചില കാര്യങ്ങൾ. ആ തൃണാവർത്തൻ ചുഴറ്റി ഈ ചുഴലിക്കാറ്റ് കണ്ടിട്ടില്ലേ, അങ്ങനെ ചുഴറ്റിയിട്ട് ചില വസ്തുക്കളെ എടുത്ത് മേപ്പെട്ടാ കൊണ്ടുപോകും. ഇതേപോലെ കൃഷ്ണനെ ചുഴറ്റി മേപ്പെട്ടാട് കൊണ്ടുപോയി. തൃണാവർത്തൻ നമ്മളിലെ കൃഷ്ണനെ, കാരണം കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മളിലാണ്. തൃണാവർത്തൻ പുറമേ നിന്ന് വന്നല്ല, നമ്മുടെ അകത്തന്നെ. നമ്മുടെ അകത്ത് കൃഷ്ണനെ നമ്മൾ തിരഞ്ഞു പിടിക്കണം. ചുഴറ്റി അങ്ങോട്ട് മേപ്പെട്ട് കൊണ്ടുപോയി. ശ്രദ്ധിക്കണം, നിസ്സാരമായ കാര്യങ്ങൾ അതന്നെ ചിന്തിച്ച് ജീവിതം പരാജയപ്പെടുന്നവരെ ആണ് തൃണാവർത്തൻ വന്ന് കയറി പിടിക്കുന്നത്. ആ ചുഴറ്റി ഇങ്ങോട്ട് ആകാശത്തേക്ക് കൊണ്ടുപോയ പോലെ നമ്മളെയും കൊണ്ടുപോകും. ആ അസുരനെ കൃഷ്ണൻ നിഗ്രഹിച്ചു. നമ്മളെ ചുഴറ്റുന്ന ഇതേമാതിരിയുള്ള വലിയൊരു പ്രശ്നത്തെ വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യണം. നമ്മുടെ അകത്തുള്ള കൃഷ്ണനെ കൊണ്ട് ഈ തൃണാവർത്തനെ നിഗ്രഹിക്കണം. പുല്ലുപോലെ നിസ്സാരമെന്ന് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ വലിയ കാര്യമായി എടുക്കുന്നത്. ചില കുട്ടികളോട് അച്ഛനമ്മമാർ പറയും, അതും എൻ്റെ ജീവിതമായിട്ട് എന്താടാ ബന്ധം, നിനക്കെന്താ പോകേണ്ട കാര്യം, നീ തല്ലും വഴക്കുണ്ടാക്കണു, പോലീസ് സ്റ്റേഷനിൽ പോകണം, നിനക്കെന്താ അതുകൊണ്ട് കാര്യമൊന്നുമില്ല. തൃണാവർത്തൻ ആണ്. പുല്ലുപോലെ നിസ്സാരമായ കാര്യങ്ങൾ ആവർത്തിച്ച് ചിന്തിച്ച് മനസ്സിനെ മലിനപ്പെടുത്തി സ്വയം ആപത്തിലേക്ക് പോകുന്ന പ്രക്രിയയാണ് ഇത്. കൃഷ്ണലീലയിലത്തെ ഓരോ അസുരഗ്രഹത്തിനും ഇതുപോലെ വലിയൊരു തത്വം അതിൻ്റെ പിറകിലുണ്ടെന്ന് ചിന്തിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.